ഇപ്പോൾ നമ്മൾ ഇവിടെ ഗൂഗിളിൽ നമ്മൾ എന്തെങ്കിലും ഒന്ന് സെർച്ച് ചെയ്യുമ്പോൾ ഇവിടെ നമ്മൾ ജസ്റ്റ് ഞാൻ ഇവിടെ ഇമേജസ് എന്ന് പറഞ്ഞ് സെർച്ച് ചെയ്യുന്നു. ഓക്കെ, ഇങ്ങനെ ഇങ്ങനെ നമ്മൾ ടൈപ്പ് ചെയ്യുന്നു. ടൈപ്പ് ചെയ്ത ശേഷം നമുക്ക് ഇവിടുന്ന് ഇൻ്റർനെറ്റ് ഒന്ന് ഓഫ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇൻ്റർനെറ്റ് ഓഫ് ചെയ്ത സമയത്ത് നമുക്ക് ഇവിടെ നെറ്റ് കണക്ഷൻ കട്ടായിട്ടുണ്ട്. ഇവിടെ നമ്മൾ ആ ഒരു ഇമേജസ് എന്ന് പറഞ്ഞ് സെർച്ച് കൊടുക്കുന്നു. ഇങ്ങനെ സെർച്ച് കൊടുക്കുമ്പോൾ ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും നോ ഇൻ്റർനെറ്റ്. അപ്പോൾ ഇങ്ങനെ കാണുമ്പോൾ ഇവിടെ മുകളിലായിട്ട് ഇവിടെ ഡയനോസറിൻ്റെ ഒരു പടം കാണാം. ഇതിലൊന്ന് ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്ക് കണ്ടില്ലേ, ഇതിങ്ങനെ നീങ്ങി തുടങ്ങും. ഇതൊരു ഗെയിമാണ്. നമുക്ക് ഇങ്ങനെ ഗെയിം കളിക്കാം. ഗെയിം ഓവർ. വീണ്ടും സെൻട്രൽ പ്രസ് ചെയ്താൽ നമുക്കതിങ്ങനെ ഗെയിം കളിക്കാം. സ്ക്രീനിൽ പ്രസ് ചെയ്യുമ്പോൾ ആ ഒരു വരുന്ന ഒരു ഒബ്ജക്റ്റിന് നമുക്ക് ചാടി ചാടി ഇങ്ങനെ ഗെയിം കളിക്കാം. കുറച്ച് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ഇവിടുന്ന് സ്പീഡ് കൂടിക്കൂടി വരും. കണ്ടില്ലേ, അപ്പം നമ്മൾ ഗൂഗിളിൽ സെർച്ച് ചെയ്യാൻ മാത്രമല്ല, ഇങ്ങനെ നമുക്ക് ഒരു ഗെയിം നമുക്കൊരു എൻ്റർടൈൻ പോലെ യൂസ് ചെയ്യാനും ഒരു ഓപ്ഷനുണ്ട്. വേറെ 1-2 ഓപ്ഷനുണ്ട്, ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇങ്ങനെ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇത് പലർക്കും അറിയാമായിരിക്കും, എങ്കിലും ഞാനൊന്ന് കാണിച്ചെന്നുള്ളതേ ഉള്ളൂ. ഓക്കെ, ഇപ്പം ഞാനിത് ക്ലോസ് ചെയ്യുന്നു. അതിനുശേഷം ഞാനിവിടെ നെറ്റ് ഓൺ ആക്കുന്നു. നെറ്റ് ഓൺ ആക്കുന്നുണ്ടെ ബാക്കി പോകുന്നു. അതിനുശേഷം നമുക്ക് ഇവിടുന്ന് വേറൊരു ഇതാണുള്ളത്, ഞാൻ കാണിച്ചു തരാം. ഇവിടെ ദീപാവലി എന്ന് ടൈപ്പ് ചെയ്യുക. ദീപാവലി ഇതിന്ന് ദീപാവലി എന്ന് ടൈപ്പ് ചെയ്തിട്ട് സെർച്ച് കൊടുക്കുക. ഇങ്ങനെ സെർച്ച് കൊടുക്കുമ്പോൾ ഈ ദീപാവലി എന്ന് പറഞ്ഞ വന്നതിൻ്റെ റൈറ്റ് സൈഡിലായിട്ട് ഇവിടെ ആയിട്ട് ഒരു ദീപം കത്തുന്നതിൻ്റെ ഒരു ഐക്കൺ വന്നതായിട്ട് കാണാൻ സാധിക്കും. ആ ഒരു ഐക്കണിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഇങ്ങനെ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്ക് ഇവിടെ ഒരുപാട് ദീപങ്ങൾ വന്നതായിട്ട് കാണാൻ സാധിക്കും. അപ്പോൾ നിങ്ങൾ അതിലൊന്ന് ടച്ച് ചെയ്താൽ എല്ലാ ദീപവും നമുക്കിവിടെ കത്തിക്കാൻ സാധിക്കും. കണ്ടില്ലേ, നമുക്ക് വേറൊരു സ്ക്രീനിൽ ഈ ദീപം വരാത്ത സ്ക്രീനിലൊന്ന് ടച്ച് ചെയ്ത് നോക്കാം. കണ്ടില്ലേ, അവിടെയും ദീപം തെളിയുന്നതായിരിക്കും. കണ്ടില്ലേ, സ്ക്രീനിലെ മൊത്തത്തിൽ നമുക്കിവിടുന്ന് ദീപം തെളിയിക്കാം. അപ്പോൾ നിങ്ങൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇനി നമുക്ക് അടുത്തൊരു ഇത് നോക്കാം. ഓക്കെ, ഇതിൽ ദീപാവലി എന്ന് മാറ്റിയിട്ട് ഇവിടുന്ന് ഹോളി എന്ന് പറഞ്ഞ് സെർച്ച് ചെയ്യുക. ഹോളി എന്ന് പറഞ്ഞ് സെർച്ച് ചെയ്യുമ്പോൾ ഇതുപോലെ തന്നെ നിങ്ങൾക്ക് കാണാം. ഹോളി എന്ന് പറഞ്ഞ് എഴുതിയതിൻ്റെ റൈറ്റ് സൈഡിലായിട്ട് ഇവിടെ ഹോളി നമ്മൾ കളർ ഇവിടെ കാണാൻ സാധിക്കും. അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക. അതൊന്ന് ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്ക് അവിടെ ഒരു നീല കളർ വന്നിട്ടുണ്ട്. ഇനി നിങ്ങൾ ഏത് സ്ക്രീനിൻ്റെ ഏത് ഭാഗത്ത് ടച്ച് ചെയ്താലും അവിടെ കളർ വരുന്നതായിരിക്കും. കണ്ടില്ലേ, ഇങ്ങനെ നമ്മൾ സ്ക്രീനിലൊക്കെ ടച്ച് ചെയ്താൽ പല പല കളറുകൾ ഇവിടെ വന്ന് നിറയുന്നതായിരിക്കും. ഇനി ഇത് മാറാനായിട്ട് ഇവിടെ മുകളിലായിട്ട് ഒരു വെള്ളത്തുള്ളിയുടെ ഐക്കൺ പോലെ വന്നിട്ടുണ്ട്. അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഫുള്ള് പോകുന്നതായിരിക്കും. അപ്പം ഈ 3 ഓപ്ഷൻസ് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അത് നിങ്ങൾക്ക് മുന്നേ അറിയാമെന്നായിരുന്നെങ്കിൽ വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ചെയ്യുക. അറിയാത്തതായിരുന്നെങ്കിലും കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ഷെയർ സബ്സ്ക്രൈബും ചെയ്തേക്കുക. അപ്പോൾ അടുത്തൊരു ദിവസം അടുത്തൊരു വീഡിയോയുമായി കാണാം. ഓക്കെ, ബൈ.